അങ്ങനെ കേരളത്തിലെ ഒരു യൂട്യൂബ് പ്രവാചകന്റെ പ്രവചനത്തെ സംബന്ധിച്ചൊരു വീഡിയോ പുറത്തു വന്ന ശേഷം വ്യക്തിപരമായിട്ടും പൊതുവായിട്ടും ധാരാളം കമന്റുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചുമ്മാതെ വിമർശിക്കുന്നവരുണ്ട്, കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചിലർക്ക് എൻ്റെ ഭാഷ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, ക്ഷമിക്കുക. ചില സമയത്ത് ഇങ്ങനെ ആ വിഷയത്തെ സംബന്ധിച്ചൊരു ചൂട് വരുമ്പോൾ പറയുന്നതാണ്. ഞാൻ മാന്യമായിട്ട് ഭാഷ സംസാരിക്കാൻ ശ്രമിക്കും. അപ്പം മാന്യമായ ഭാഷയിൽ ചില കാര്യങ്ങൾ ഈ പ്രവചനത്തെ സംബന്ധിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ പ്രോഫറ്റിക് മിനിസ്ട്രി? എന്തിനാണ് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത്? ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ തിരുവെഴുത്തുകളിലേക്ക് പോകണം. ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വേദോസം വെച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം വരുന്നെങ്കിൽ നിങ്ങൾ ദൈവവചനത്തോട് തന്നെ ദേഷ്യം പ്രകടിപ്പിക്കുക, എന്നെ അങ്ങ് ഒഴിവാക്കുക. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ ദൈവം പുറത്തു കൊണ്ടുവന്നിട്ട് സീനായുടെ താഴ്വരയിൽ വെച്ച് അവരോട് സംസാരിക്കുന്ന ഭാഗം പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കാണാനായിട്ട് പറ്റും. മിസ്രയീമിൽ നിന്ന് കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം നമുക്ക് പുറപ്പാട് പുസ്തകം 19-ൽ കാണാം. 5-ാമത്തെ വാക്യം 19:5, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ചൊരു പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. നമുക്കിത് നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കുന്ന ഭാഷയെ പറഞ്ഞാൽ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും. നമുക്കെങ്ങനെ വേണമെങ്കിൽ പറയും, യുവർ കിങ്സ് ആൻഡ് പ്രീസ്റ്റ്ഹുഡ് ആൻഡ് എ ഹോളി പീപ്പിൾ. എനിക്ക് വേണ്ടി മാത്രം ഞാൻ വേർതിരിക്കപ്പെട്ട ജനവും രാജാക്കന്മാരും പുരോഹിതന്മാരും. ഇതാണ് ഓൾഡ് കവനന്റ് ഉടമ്പടിക്കകത്തുള്ള ജനവിഭാഗത്തിന്റെ ദൈവനിർണയമായ പദവികൾ. അവിടെ എങ്ങും പ്രവാചകൻ എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഈ പ്രോഫറ്റിക്കൽ മിനിസ്ട്രി എന്തുകൊണ്ട് പഴയ നിയമത്തിൽ വന്നു? എന്തുകൊണ്ട് പഴയ നിയമത്തെ പോലെയുള്ള ഒരു പ്രവാചക സമൂഹം പുതുനിയമത്തിൽ ഇല്ല? അങ്ങനെ സോ കോൾഡ് പ്രോഫിറ്റ് സിസ്റ്റം പോലുണ്ട്, പക്ഷെ വേദപുസ്തകം ക്രിസ്തീയ സഭയ്ക്ക് അങ്ങനെ ഒരു പ്രവാചകന്റെ ആവശ്യം ഇല്ല. ഇത് ഒരുപാട് പേർക്ക് വിഷമം കൊണ്ടുവരും. കാരണം നമ്മുടെ ഇടയിലെ പെന്തിക്കോസ്റ്റൽ സമൂഹം, മറ്റ് കത്തോലിക്ക യാക്കോബ മർത്തോമക്കാർക്ക് ഇല്ലാത്ത കുറച്ച് പ്രത്യേകതകൾ പെന്തക്കോസ്റ്റൽ സമൂഹത്തിലുണ്ട്. അവരുടെ ഇടയിൽ ഏറ്റവും പ്രമുഖമായി ഇപ്പോഴത്തെ ലേറ്റസ്റ്റിൽ പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിസ്റ്റ്, ടീച്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇന്ന് ഏറ്റവും നല്ല മാർക്കറ്റുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫറ്റിക് മിനിസ്ട്രിയാണ്. പ്രൊഫറ്റിക് സൺഡേ, പ്രൊഫറ്റിക് കോൺഫറൻസ്, പ്രൊഫറ്റിക് എൻകൗണ്ടർ, ഇങ്ങനെ പറയുന്നുണ്ട്. എൻകൗണ്ടർ വെടിവെച്ചുല്ലോ എന്നറിയത്തില്ല. പിന്നെ പ്രൊഫറ്റിക് കോൺഫറൻസ്, ഇന്റർനാഷണൽ പ്രൊഫറ്റിക് ഡേ, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെ പുറകെ പ്രൊഫറ്റിക് ചേർക്കാറുണ്ട്. പ്രൊഫറ്റിക് കൺവെൻഷൻ, പ്രൊഫറ്റിക് ഹീലിംഗ് സർവീസ്, പിന്നെ പ്രൊഫറ്റിക് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ ഉണ്ടാകത്തില്ലല്ലേ? വേണേ അതിനിടാം. ഉച്ചയ്ക്ക് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിനെ പ്രൊഫറ്റിക് ലഞ്ച് എന്ന് പറയും. രാത്രിയിലെ ആഹാരത്തിന് പ്രൊഫറ്റിക് ഡിന്നർ എന്ന് പറയും. ഇങ്ങനെ എല്ലാത്തിനും പ്രൊഫറ്റിക്ക് നമ്മൾ ചേർത്താണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം അതൊരു വലിയ മാർക്കറ്റ്. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, പരിശുദ്ധാത്മാവില്ലാത്ത ഒരുപാട് ആളുകൾ സഭകൾക്കകത്ത് നിറഞ്ഞു. ഇന്ന് പ്രവാചകന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് മാർക്കറ്റ് ഉണ്ടാകാനുള്ള നമ്പർ 1 റീസൺ പരിശുദ്ധാത്മാവിന്റെ നിറവും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ബഹുഭൂരിപക്ഷം ആളുകൾ, 99%, പോട്ടെ 95 കിടക്കുക, 5% വിടും, 95% ആളുകളും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരല്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരാൾക്ക് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഭാവിയെ സംബന്ധിച്ചോ വിഷയങ്ങൾ
മനസ്സിലാക്കാനോ ഒരു വ്യക്തിയുടെ അടുക്കൽ പോകേണ്ട ആവശ്യമില്ല അക്കോർഡിംഗ് ടു ദ ബൈബിൾ. കാരണം അവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുമെന്നും വരുവാനുള്ളത് അറിയിക്കുമെന്നൊക്കെ പറഞ്ഞു. ഈ വരുവാനുള്ളത് എന്താണെന്നൊക്കെ നമുക്ക് പുറകാലെ പറയാം. എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റിൽ ഒരു ചേട്ടായി വന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്ന് വരുംകാലം അറിയിക്കുമെന്നാണല്ലോ പറയും. എന്തോ ഈ വരുംകാലം ഒന്നും ഈ കക്ഷിയൊക്കെ മനസ്സിലായിട്ടില്ല. കുഞ്ഞമ്മയ്ക്ക് 2030 വയറ്റുവേന വരുമെന്ന് പറയുന്നതല്ല പരിശുദ്ധാത്മാവിന്റെ വരുംകാലം. ആദ്യം മനസ്സിലാക്കിയോ. നിന്റെ മൂത്ത കൊച്ചു ജർമ്മനിയിൽ പോയി പഠിക്കുമെന്ന് പറയുന്നതും അല്ല പരിശുദ്ധാത്മാവ് വരുമ്പോൾ വെളിപ്പെടുത്തുന്ന വരുംകാലം. അപ്പൊ വരുംകാലം എന്താണെന്ന് കമന്റ് എഴുതിയ ചേട്ടൻ പോയി നിങ്ങളുടെ പാച്ചറോട് ചോദിക്കുക. അപ്പൊ പുള്ളിക്കാരൻ അത് പറഞ്ഞുതരും. അപ്പം ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ വ്യക്തമായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും വ്യക്തമായ നിലയിൽ ദൈവാത്മാവിനെ നയിക്കപ്പെടാനും കഴിയും. അപ്പൊ ഇന്ന് പ്രോഫറ്റിക് മാർക്കറ്റ് കൂടുന്നതിന്റെ കാരണം ഇന്ന് നമ്മുടെ ഇടയിലുള്ള വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അവർ അന്യഭാഷ പറയുന്നില്ലേ? അവർ പറയുന്നത് ദൈവത്തിന്റെ ഭാഷയല്ല. ഇന്ന് നിങ്ങൾ പെന്തിക്കോസ്റ്റ് കാണുന്ന 90% അന്യഭാഷയും വ്യാജമാണ്, കേട്ട് പറയുന്നതാണ്. 90%. 10% ഞാൻ എനിക്ക് വെറുതെ എന്റെ വായിരിക്കുന്ന കേൾക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങ് വിടുക. എന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇന്ന് പറയുന്നത് 100% വേദോസത്തിൽ പ്രകാരമുള്ള അന്യഭാഷ അല്ല. ക്ഷമിക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അത് പുള്ളി എടുത്തിട്ടെന്നറിയാമോ, ഈ ഹസഡെ എന്ന് പറഞ്ഞ, എനിക്കൊന്ന് ഹസഡെ എന്നൊരു ട്രൈബ് ഉണ്ട്. എനിക്കൊന്ന് ലോകത്തിലെ ഏറ്റവും അവസാനത്തെ അപരിഷ്കൃതരായ കാട്ടിൽ താമസിക്കുന്ന ഒരു ട്രൈബ് ഉണ്ട്, ആഫ്രിക്ക, ടാൻസാനിയ ഒക്കെ ഉണ്ട്. അവരുടെ പാട്ട് അവർ ഇങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്. അപ്പൊ ഇതെടുത്തിട്ടിട്ട് പറയാം, കണ്ടോ ഇത് ഭാഷയല്ലേ? അപ്പൊ അന്യഭാഷ. അപ്പൊ ഏകദേശം ഞങ്ങൾ പറയുന്നത് ഈ ട്രൈബൽ ഭാഷയാണെന്ന് ഇവർ പറഞ്ഞത്. പക്ഷേ പെന്തിക്കോസിന്റെ അന്ന് അന്യഭാഷ പറഞ്ഞപ്പോ ഇങ്ങനെയല്ല പറഞ്ഞു, ആ ട്രൈബൽ പറഞ്ഞല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഏകദേശം 17 രാജ്യങ്ങളിൽ നിന്ന് യെരുശലേമിൽ വന്നിരുന്ന ഭക്തിയുള്ള പുരുഷന്മാർ ഇവർ പറയുന്ന ഭാഷ കേട്ടിട്ട് പറയാ, ഇവർ ബബ്ബ പറയുന്നു എന്നല്ല പറഞ്ഞത്, ഇവർ ഞങ്ങളുടെ ഭാഷയിൽ ദൈവത്തിന്റെ വൻകാര്യം പറയുന്നു, തങ്ങളുടെ ഭാഷ. അപ്പൊ ഇതിനൊക്കെ ഒത്തിരി ഉദാഹരണങ്ങളുമായിട്ട് ആളുകൾ വരാൻ സാധ്യത. ഞാൻ പറഞ്ഞു, അന്യഭാഷ ഞാൻ നെഗ്ലക്ട് ചെയ്യുന്നില്ല. ഞാൻ ദൈവത്തിന്റെ ഒരു പ്രോഗ്രാമിനെ നെഗ്ലക്ട് ചെയ്തില്ല. ഐ എം സ്റ്റാൻഡിങ് ഫോർ ദ റിയാലിറ്റി. പ്രവചനത്തിന് ഞാൻ എതിരല്ല. ഐ ലൈക്ക് പ്രോഫിറ്റ്സ്. എനിക്ക് പ്രവാചകന്മാർ ഇഷ്ടമാണ്. ഞാൻ ബൈബിളിലെ പ്രവാചകന്മാരെ ഇഷ്ടപ്പെടുന്നു. കാരണം എൻ്റെ യേശു ഒരു പ്രവാചകനായിരുന്നു, അപ്പോസ്തലന്മാർ പ്രവാചകന്മാരായിരുന്നു. ഐ ലവ് ദം, ഐ റെസ്പെക്ട് ദം ബിക്കോസ് ഐ ലവ് ദ ബൈബിൾ. ഐ എം എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. ഞാൻ എന്തുകൊണ്ട് സംസാരിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ സഭകൾക്കകത്ത് ക്ലാരിറ്റി വേണം. ഇതിനകത്ത് ഞാൻ വന്ന് നിൽക്കുന്ന 10, 30, 35 വർഷം കൊണ്ട് എനിക്കറിയാം ഇതിനകത്ത് മുഴുവൻ വ്യാജമാണ്. ഇത് ഈ കുന്നംകുളം പ്രൊഡക്റ്റ് എന്നൊരു സാധനമുണ്ട്. എല്ലാറ്റിനെയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കുന്നംകുളക്കാരുണ്ട്. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഭാഗമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിനകത്ത് പ്രവചനം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിനകത്ത് എക്സോസിസം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിനകത്ത് അന്യഭാഷ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന ഭാവികാല ശാസ്ത്രം വേദപുസ്തക വിരുദ്ധമാണ്. രക്ഷാശാസ്ത്രം തെറ്റാണ്. നിത്യതയെ സംബന്ധിച്ചുള്ള കാര്യം, സ്വർഗത്തെ ഇത് മുഴുവൻ മനുഷ്യ നിർമ്മിതമായ ഉപദേശമാണ്. ഇതിനൊരു ക്ലാരിറ്റി വന്നേ പറ്റും. നിങ്ങൾ ഇനി എന്നെ തേറി പറഞ്ഞ് എനിക്ക് ഒരു പ്രശ്നമില്ല. ഈ ചില ആളുകൾ നിങ്ങൾ വചനം പോകാൻ നിന്റെയൊക്കെ പണിയൊന്നും. ഒരു ദിവസം ഉണ്ടെങ്കിൽ മണിക്കൂറുകളുടെ എല്ലാ ദിവസവും ദൈവവചനം പഠിക്കുന്ന ഒരാൾ. എനിക്ക് പറയുന്ന നാണക്കേടുണ്ട് ഇവരോടൊക്കെ. നീ പോയി പഠിക്കുന്നു. താങ്ക് യു, ഞാൻ പഠിക്കാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ പഠിക്കാറുണ്ട്. നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ബൈബിൾ പഠിപ്പിക്കരുത്. നിങ്ങളുടെ പ്രചോദനത്തിന് നന്ദി പറയാം. വചനം പഠിക്കും. ഈ പറയുന്നവരെല്ലാം മൊത്തം പഠിച്ചിട്ട് വന്ന പോലെ. നിന്റെ കമന്റ് കേൾക്കുമ്പോഴേ അറിയാം നീ എനിക്കൊരു പൊട്ടയെ അറിയത്തില്ല. പോട്ടെ. അപ്പൊ എന്തുകൊണ്ട് പ്രോഫറ്റിക്കൽ മിനിസ്ട്രി? ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിൽ, ഓൾഡ് കവനന്റ് ബേസിൽ ദൈവം കൊണ്ടുവന്ന ആദ്യത്തെ പ്രോഫറ്റ് എന്ന് പറയുന്നത് ആബേലാണ്. ദൈവം ആബേൽ എന്ന് പറയുന്ന പ്രോഫറ്റിനെ ആക്കിയത് ദൈവത്തെ സംബന്ധിച്ച വെളിപ്പാട്, സത്യദൈവത്തെ സംബന്ധിച്ചതായ പരിജ്ഞാനം, അന്ന് ഏദന് പുറത്തുണ്ടായിരുന്ന സിവിലൈസേഷൻസ്, അവരെ അറിയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ആദ്യത്തെ പ്രോഫറ്റാണ് ആബേൽ.
സംശയം ഉണ്ടെങ്കിൽ യേശുവിനോട് പോയി ചോദിച്ചാൽ മതി. യേശു പ്രവാചകന്മാരുടെ ഗണത്തിൽ ആദ്യം കണ്ടത് ഹാബേല് മുതൽ നിങ്ങൾ ഏത് പ്രവാചകന്മാരെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഹാബേലിന്റെ രക്തം മുതൽ ബെരഖിയാവിന്റെ മകനായ സഖറിയാവിന്റെ രക്തം വരെ ഈ തലമുറയോട് ചോദിക്കുന്നു പറയുമ്പോൾ പ്രവാചക ഗണത്തിൽ ഓൾഡ് കവനന്റ് സിസ്റ്റം ഉപദ്രവിച്ചു കൊന്നവരുടെ ഗണത്തിൽ ആദ്യത്തെ ആൾ ആബേലായിരുന്നു. ആബേൽ വാസ് ദ ഫസ്റ്റ് പ്രോഫറ്റ്. ദാറ്റ് പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്റെ ജോലി ഭാവി പറയുന്നതായിരുന്നില്ല, മറിച്ച് ഒറിജിനൽ ദൈവത്തെ സംബന്ധിച്ച വെളിച്ചം ലോകത്തിന് കൊടുക്കുക എന്നായിരുന്നു. എന്നാൽ മുൻപോട്ട് വന്നപ്പോൾ ജനം എന്ത് ചെയ്തു? നിയമത്തിന്റെ കീഴിൽ വന്നു, നിയമലംഘനങ്ങൾ നടന്നു, പാപത്തിന്റെ വഴിയിൽ മനുഷ്യൻ പോയി, പ്രമാണം ലോകത്ത് വന്നു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? പഴയ നിയമകാലത്ത് ധാരാളം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ഇപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, എല്ലാ പ്രവാചകന്മാരും, നിങ്ങൾ ഈ പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കുക, എല്ലാ പ്രവാചകന്മാരും ജനം ദൈവത്തിങ്കൽ നിന്ന് തെറ്റിയ സമയത്ത്, ഉടമ്പടി ലംഘിച്ചപ്പോൾ, കവനന്റ് അൺഫെയ്ത്ത്ഫുൾനെസ്സിന്റെ നേരത്ത്, ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് വരാൻ സാധ്യതയുള്ള സമയത്ത് ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ, ഉടമ്പടിയുടെ വിശ്വസ്തതയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, സംഭവിപ്പാൻ പോകുന്ന ന്യായവിധിയുടെ മുന്നറിയിപ്പ് കൊടുക്കുവാൻ, ദൈവവുമായി നിരന്ന് ജീവിപ്പാൻ ജനത്തെ ആഹ്വാനം ചെയ്യാൻ, ജനതയുടെ തിന്മയുടെ, തെറ്റിന്റെ, വീഴ്ചയുടെ, പിന്മാറ്റത്തിന്റെ സാഹചര്യത്തിലാണ് പ്രവാചകന്മാർ എഴുന്നേറ്റത്. അല്ലാതെ ഒരു പ്രവാചകൻ പോലും ഈ കാരണമല്ലാതെ രംഗത്ത് വന്നിട്ട്. അപ്പൊ പ്രോഫറ്റിക്കൽ മിനിസ്ട്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉടമ്പടി ലംഘിച്ച ജനത്തെ വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് മടക്കി സത്യദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രവാചക ശുശ്രൂഷയുടെ രഹസ്യം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കവനന്റ്. യെശയ്യാവാണേലും ജെരേമിയാവാണേലും എസെക്കിയേലാണേലും ദാനിയേലാണേലും പിന്നെ അങ്ങോട്ടുള്ള സകലവിധമായ മൈനർ പ്രോഫിറ്റ്സ് ആണേലും അങ്ങനെ പേരുള്ളവരും പേരില്ലാത്തവരുമായ എല്ലാ പ്രവാചകന്മാരും ഈ ഒരൊറ്റ റീസൺ കൊണ്ട് വന്നവരാണ്. അപ്പൊ അടുത്തൊരു ചോദ്യം, എന്തിന് പ്രവാചകന്മാരെ ദൈവം അയച്ചു? കാരണം അന്ന് ലോകത്തുണ്ടായിരുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവില്ലായിരുന്നു. അന്ന് ആകെപ്പാടെ ദൈവാത്മാവുള്ളത് പുരോഹിതന്മാരുടെ മേൽ, രാജാക്കന്മാരുടെ മേൽ, പ്രവാചകന്മാരുടെ മേൽ, പിന്നെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ചില ന്യായാധിപന്മാരുടെ മേലൊക്കെ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. അല്ലാതെ സാമാന്യ ജനത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് പൂർണ്ണരാകാതെ നിറയാത്ത ജനങ്ങൾ ഉള്ളെടുത്ത് അവർക്ക് ദൈവശബ്ദം കേൾക്കാൻ ഏക വഴി പ്രവാചകന്മാരാണ്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞേ, ഇന്ന് പ്രൊഫറ്റിക് മാർക്കറ്റ് ഇവിടെ കൂടുന്നതിന്റെ കാരണം, നമ്മുടെ യൂട്യൂബ് പ്രവാചകനെ പോലെ ഇങ്ങനെ ആളുകൾ വരുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരാണ് മുഴുവൻ, ബഹുഭൂരിപക്ഷമാണ്. ഇവർക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞ ബഹളോ, കൈയടിക്കുക, നടന്ന ബഹളം ഒക്കെ തുള്ളുന്നതാണ് പരിശുദ്ധാത്മാവെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആബ്സല്യൂട്ട്ലി റോങ്. ഞാനും കുറെ വർഷങ്ങൾ പെന്തിക്കോസ് സഭയിലായിരുന്നു. ഞാൻ തുടക്കത്തിലെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഇവരുടെ അന്യഭാഷ എനിക്ക് വേണ്ട, സത്യമായിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി. എനിക്ക് തുള്ളുന്ന ആത്മാവിനെ എനിക്ക് ആവശ്യമില്ല. എനിക്ക് ജീവിക്കുന്ന സത്യത്തിൽ എന്നെ നടത്തുന്ന ഒരു ആത്മാവിനെ എനിക്ക് വേണ്ട. അതിന്റെ അർത്ഥം ഞാൻ വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിലൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കാളും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും വന്നിട്ടുണ്ട്, പരാജയങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് 100% പറയാൻ പറ്റും. ഇഷ്ടംപോലെ ജീവിതത്തിൽ തോൽവികളും പ്രശ്നങ്ങളും വന്ന ഒരാൾ കർത്താവിന്റെ കൃപയിൽ ജീവിക്കുന്നതേ ഉള്ളൂ. പക്ഷേ മനസ്സിലാക്കേണ്ടത്, സത്യത്തിൽ നമ്മളെ നടത്തുന്ന ഒരാത്മാവിനെ നമുക്ക് ആവശ്യമായിട്ടിരിക്കും. സത്യത്തിൽ നടത്തുന്ന ഒരാത്മാവ്. എനിക്ക് തുള്ളാൻ ആത്മാവിന്റെ ആവശ്യമില്ലെന്ന്, ചുമ്മാ എനിക്ക് തുള്ളാൻ അറിയാമല്ലോ. കൊരവിടാൻ ആത്മാവിന്റെ ആവശ്യമുണ്ട്, കൊരവിടാൻ അറിയാമല്ലോ നമുക്ക്. നമ്മളെ നേർവഴിക്ക് നടത്താൻ, സത്യത്തിന്റെ പാതയിൽ നടത്താൻ, സകല ജ്ഞാനത്തിലും വഴി നടത്താൻ. സോ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് അന്ന് തന്നെ അറിയാം, അന്ന് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം എന്തോന്നും വല്ലതും അവർക്കറിയത്തില്ല. അപ്പൊ എന്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് എന്റെ ചെവി വന്നിട്ട് അന്നത്തെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ കൂടൽ കുഞ്ഞുമോനോ, തലവടി ബാബു, ഇങ്ങനെ കുറെ ആളുകളുണ്ട് കേട്ടോ, പഴയ ആളുടെ ഇതൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല. തല കൈവച്ചിട്ട് പറയും, പറ രക്തം ഒന്ന് വേഗത്തിൽ പറ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അന്നേരേ മനസ്സിലായിട്ടുണ്ട് ഇത് ഊടായിപ്പാണ്, ഇത് കള്ളത്തരം. പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ്. പെന്തക്കോസിന് അന്ന് പത്രോസ് എല്ലാവരുടെ തലയിൽ വെച്ചിട്ട് പറ രക്തം വേഗം പറ പറഞ്ഞു വരുന്നു. അങ്ങനെയാണോ പരിശുദ്ധാത്മാവ് വന്ന്? ഇങ്ങനെയാണ് നമ്മുടെ ആളുകൾ കൂടുതൽ, പ്രത്യേകിച്ച് ചർച്ച് ഓഫ് ഗോഡുകാരുടെ അന്യഭാഷ ഇട്ടിട്ടുണ്ടോ?
രാജ രാജ, ഉടല രാജ, വൈഡ രാജ. ഈ വൈഡ രാജ ഇല്ലാത്ത ഏതെങ്കിലും ചർച്ചക്കാരെ കണ്ടിട്ടുണ്ടോ? ഇത് കുക്കു സായിപ്പ് കൊണ്ടുവന്നാന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ പരിശുദ്ധാത്മ കൊടുത്തല്ല. പരിശുദ്ധാത്മാവ് അതിന് വെറൈറ്റി ഓഫ് ലാംഗ്വേജ് കൊടുക്കണ്ടേ? ഇപ്പൊ ഒട്ടനെ രോഷം കൊണ്ടുവരും. എടാ, പരിശുദ്ധാത്മാവ് എന്താണെന്നും പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്താണെന്നും പരിശുദ്ധാത്മാവിനുള്ള തെറ്റെന്താണെന്നും എനിക്ക് നല്ല ബോധമുണ്ട്. നീ ഉടല കടല എന്ന് പറയുന്നതല്ല അന്യഭാഷ. അതാദ്യം മനസ്സിലാക്കും. ഈ ഉടല കടല എന്ന് പറയാൻ വേണ്ടി ഇത് പറയേണ്ട ആവശ്യമില്ല. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആയിരിക്കണം. അത് സ്വർഗീയ. ഇപ്പൊ ചിലർ ചോദിക്കും, അത് സ്വർഗീയ ഭാഷയാണ്, ഇത് ദൂതന്മാരുടെ ഭാഷയാണ്. ആ ദൂതന്മാരാ ഉടല കടല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. അല്ല, ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ സംഘടനയിൽ ഇപ്പം IPC-കാരുടെ അന്യഭാഷ നോക്കി, അത് ആ ഒരു പാറ്റേൺ ഉണ്ട്. അത് എല്ലാവരുടെ കയ്യിലും അതുണ്ട്. AG-കാരുടെ അന്യഭാഷ നോക്കി, അത് വേറൊരു ടൈപ്പാണ്. കാരണം ഓരോ സംഘടനയ്ക്കും ദൈവം സ്പെഷ്യലായിട്ട് കൊടുത്തിരിക്കുന്ന ചില അന്യഭാഷ. പരിശുദ്ധമായ എല്ലാവരുടെയും അല്ലേ, വ്യത്യസ്തമായ ലാംഗ്വേജ് ഉണ്ട്. ഏതെങ്കിലും മലയാളി ആയിരിക്കുന്ന ഒരാള് ഇപ്പം എത്രയോ ഭാഷകളുണ്ടല്ലേ ഭൂമിയിൽ. ഈ ലോകത്തുള്ള ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്നുണ്ടോ? ഈ ഭൂലോകത്തില്ലാത്ത ഭാഷയെ സംസാരിക്കുന്നു. ഇപ്പോഴത്തെ ലോകം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് പോകുന്ന ലോകം മുഴുവൻ ഡേറ്റ ഉള്ളതാണ്. നമ്മുടെ ഏതെങ്കിലും അച്ചച്ചന്മാരുടെ അന്യഭാഷ എടുത്ത് നമുക്കൊന്ന് AI-ക്കകത്തൊന്ന് കൊടുത്തു നോക്കിയാലും ഈ ലോകത്തെ ഏത് ഭാഷയാണ്? മിക്കവാറും AI-യുടെ സെർവർ അടിച്ചു പോകും. കാരണം അവർ ഞെട്ടിപ്പോവും, ഇതെന്തോന്നാണ്. അങ്ങനെ ഭാഷ ഉണ്ടെന്ന് അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഇതിനെ നെഗ്ലക്ട് ചെയ്യല്ല, ദയവായിട്ട് കേൾക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഇന്ന് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഈ കടല ഉടലയൊന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഭാഷയല്ല. ആയിരുന്നെങ്കിൽ ഇവരൊക്കെ എന്നേ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറിയനെയാണ്. അപ്പം പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റാതെ വരുമ്പോൾ പഴയ നിയമകാലത്ത് ദൈവം എന്ത് ചെയ്യുന്നു? ആത്മാവുള്ള, യഹോവയുടെ ആത്മാവുള്ളൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടെന്ന് അറിയുന്നു. യഹോവയുടെ ആത്മാവുള്ളവനെ തേടിപ്പോകും. അപ്പൊ അവരുടെ മേൽ എന്തില്ല? അപ്പം ഇന്ന് അത് ഓൾഡ് കവനന്റിന്റെ അന്ത്യകാലത്ത്, ഓൾഡ് കവനന്റ് അവസാനിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ദൈവം എന്ത് ചെയ്തു? തമ്പുരാൻ പറഞ്ഞു, ഇനി ഞാൻ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും സ്പെഷ്യൽ പീപ്പിൾ മാത്രമല്ല സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരാൻ പോകുന്നു എന്നതിന്റെ തെളിവായി പെന്തിക്കോസ്തിന്റെ അന്ന് ദൈവം ആരുടെ മുഖപക്ഷം പിടിക്കാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ മീതെ പരിശുദ്ധാത്മാവിനെ പകരാൻ തുടങ്ങി. അതിന്റെ അർത്ഥം എന്താ? എന്നിട്ട് പറയുകയാണ്, പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കും, ദാസന്മാർ ദാസിമാർ പ്രവചിക്കും, വൃദ്ധന്മാർ യൗവനക്കാർ പ്രവചിക്കും, അടിമകളും അടിമയല്ലാത്തവരും എല്ലാവർക്കും എന്തോന്ന് പ്രവചിക്കുന്ന പറഞ്ഞു. നമ്മുടെ ഇടയിൽ കണ്ടിട്ടില്ലയോ? ഓ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇന്നു സന്ധ്യയിൽ ചില പുത്രന്മാർ. എടാ നിർത്തറ, എന്തുവാ ഇത്? നിന്റെ പുത്രൻ എന്തോന്ന് പ്രവചിക്കുമെന്ന്? 1-ാമത്തെ നൂറ്റാണ്ടിൽ പെന്തിക്കോസ്തിന്റെ അന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഓൾഡ് ഗവൺമെന്റ്, ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലമാണ് അന്ത്യകാലം. ആ ഓൾഡ് ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിൽ പ്രൊഫറ്റിക് മിനിസ്ട്രി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സഭ രൂപീകരിക്കപ്പെട്ടിട്ടില്ല, തിരുവെഴുത്തുകൾ പൂർണ്ണമായി വെളിപ്പെട്ടിട്ടില്ല, വെളിപ്പാടുകൾ പൂർണ്ണമായി വന്നിട്ടില്ല, ദൈവിക മർമ്മങ്ങൾ പൂർണ്ണമായി വെളിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പുതുനിയമ സഭയെ സംബന്ധിച്ച യാതൊരു വെളിപ്പാടും അതുവരെ വരാത്ത സമയത്ത് എല്ലാവരുടെ മേലും ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്ന് അവര് ദൈവത്തിന്റെ വചനം പറയാൻ തുടങ്ങി. പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ വചനം തന്റെ ദാസന്റെ നാവിൽ കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതാണ് പ്രവചനം. സംശയമുള്ളവർ പോയി ആവർത്തന പുസ്തകം അതിന്റെ 18-ാം അധ്യായം 19, 20, 21, 22 ഒക്കെ ഒന്ന് വായിച്ചു. യഹോവയുടെ വചനം ഞാൻ അവന്റെ വായിൽ കൊടുക്കുന്ന. യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ വചനം എന്റെ നാവിൽ തന്നു, അല്ലാതെ താൻ ഊഹിച്ച് സംസാരിച്ചെന്നല്ല. അതാണ് പ്രവചനം. അപ്പം 1-ാം നൂറ്റാണ്ടിൽ ദൈവം എന്ത് ചെയ്തു? പ്രവാചകന്മാർ അപ്പോസ്തലന്മാരോട് ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. അന്ത്യോക്യയിൽ പ്രവാചകന്മാർ എന്തോ അവർ സംസാരിക്കുന്നത്, അവിടെ ഇരുന്ന് തലം കുത്തി പറഞ്ഞു, ഹോ ഹല്ലേലൂയ, ഇവിടെ ചിലരെ ദൈവം മഞ്ഞു പെയ്യുന്നത്. അങ്ങനെയാണോ ഈ അന്ത്യോക്യയിലെ പ്രവാചകന്മാർ പ്രവചിച്ചത്? ആണോ? അപ്പൊ ഉടനെ പറയാം, അഗബോസ് എന്താ പ്രവചിച്ചത്? ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. ആ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. നമ്മുടെ യൂട്യൂബ് പ്രോഫറ്റ് ഇനി സംസാരിക്കുന്നത് മൊത്തം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എത്ര? അപ്പൊ അദ്ദേഹം പറയും, അദ്ദേഹം പറഞ്ഞതൊക്കെ നിവൃത്തിയായത് യൂട്യൂബിലുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ എല്ലാം നിവൃത്തിയായോ? നിങ്ങൾ വേദോസം നന്നായിട്ട് വായിച്ചോണം. ഏതെങ്കിലും ഒരു പ്രവാചകൻ താൻ പറഞ്ഞ കാര്യം നടക്കാതെ വരികയും ഒക്കാതെ വരികയും ചെയ്ത് അവൻ കള്ളപ്രവാചകൻ, അവനെ പേടിക്കരുത്, വിശുദ്ധ ബൈബിൾ പറഞ്ഞു അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ പറയുന്ന പ്രവചനങ്ങളിൽ ഒരെണ്ണം നിവൃത്തിയാകാതിരുന്നാൽ അവൻ കള്ളപ്രവാചകൻ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് പ്രവാചകൻ പറയുന്നത് എല്ലാം നിവൃത്തിയാവും. ലിബിയയും തുർക്കിയും എന്തോ സുഡാനും കൂടി ഇസ്രായേലിനെ യുദ്ധത്തിന് വരണം. വന്നാൽ ഞാൻ പ്രവാചകൻ അംഗീകരിക്കാം, അല്ലെങ്കിൽ താങ്കൾ കള്ളനാണ്.
താങ്കളെ മൂട് താങ്ങികളായിട്ട് കുറെ എണ്ണം ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. നാണോ മാനോ ഇല്ലാത്ത കുറെ ആള്. കള്ളനെ കഞ്ഞി വെക്കുന്നവന്മാരാ അതിനകത്ത് കൂടുതൽ. കാരണം അവരുടെയും കൂടെ അന്നമാണല്ലോ. ജോൺ ലോറൻസ് എഴുന്നേറ്റ് നിന്ന് ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അന്നം മുട്ടിപ്പോയി, ജനങ്ങൾ ബോധവാന്മാരായ പോടാന്ന് പറയത്തില്ലേ? ഇല്ലേ? ഓ സോറി, മാന്യമായ ഭാഷ സോറി. ജനങ്ങളെ കബളിപ്പിച്ചാൽ, ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞാൽ ഈ ദിവ്യമായ പ്രവാചകന്മാരുടെ ജീവിതം വഴിമുട്ടുകയില്ലേ പ്രിയപ്പെട്ടവരെ? Why Old Covenant prophets? Number 1, പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലില്ല. Number 2, they came for the Lord to call the people back to covenant faithfulness. 3, വരാൻ പോകുന്ന ജഡ്ജ്മെന്റിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ ദൈവത്തിന്റെ പ്രവാചകന്മാരെ ദൈവം അയച്ചു. 4, to show what is going to happen in the future. കർത്താവിനെ കുറിച്ച്, പുതുനിയമത്തെക്കുറിച്ച്, വരുവാൻ പോകുന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ച് ഈ കാര്യങ്ങൾ ഓൾഡ് കവനന്റ് ജനത്തിന് സൂചന കൊടുക്കണം. മാത്രമല്ല അവരുടെ തിരുവെഴുത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രിസ്തുവിനെ സംബന്ധിച്ച വെളിപ്പാടുകൾ ഹിഡനായി വെച്ചിരിക്കുകയാണ്, രഹസ്യമായി വെച്ചിരിക്കുക, മാർമികമായി വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു കാര്യത്തിനാണ് അന്ന് പ്രവാചകന്മാർ എഴുന്നേറ്റ്. ഇന്ന് ഒരു പ്രവാചകന്റെ ആവശ്യം ഒരു വിശ്വാസിക്കില്ല. ഇന്നത്തെ പ്രവാചകന്മാർക്ക് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവരാ ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ ആലോചന പറയുന്നവരാ ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവസഭയെ ആത്മീയ വർധന വരുത്തുന്നവരാണ് ദൈവ പ്രവാചകൻ, ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നവരാണ് ദൈവത്തിന്റെ പ്രവാചകൻ. ദൈവസഭയെ കംഫോർട്ട് ചെയ്യണം. എന്തിനാ ഇവരെ എഡിഫൈ ചെയ്യാൻ പറഞ്ഞത്? അന്ന് സഭ ബിൽഡപ്പ് അല്ല. അപ്പം എഡിഫിക്കേഷൻ എന്ന് പറയുന്നത് സഭ പണിയണം. സഭ പണിയാൻ അന്ന് ദൈവത്തിന്റെ ആലോചന നേരിട്ട് വാങ്ങണം. പുതിയ നിയമസഭ. 2, സഭയെ എക്സോർട്ട് ചെയ്യണം, എൻകറേജ് ചെയ്യണം. കാരണം ദൈവത്തോട് നേരിൽ വിശ്വസ്തതയിൽ ജീവിപ്പാൻ ജനങ്ങളെ എൻകറേജ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആത്മീക വർധന വരുത്തുവാനായി, അല്ലെങ്കിൽ പ്രബോധനത്തിനായി ദൈവത്തിന്റെ നാവിൽ ദൈവത്തിന്റെ വചനമുള്ള ദൈവത്തിന്റെ പ്രവാചകന്മാർ എഴുന്നേക്കണം. 3, എന്താ? കംഫോർട്ട് ചെയ്യണം, ആശ്വസിപ്പിക്കുക. എന്തോ ആശ്വാസം? സ്ട്രെങ്തനിങ് ദ ബിലീവേഴ്സ് ഡ്യൂറിങ് ദ ട്രയൽസ് ആൻഡ് പെർസിക്യൂഷൻസ്. പ്രതികൂലങ്ങൾ നടക്കുക, മഹാപീഡനങ്ങൾ വരിക, ന്യായവിധി വരാൻ പോകുന്നു. ആ സമയത്ത് വിശുദ്ധന്മാരെ എന്ത് ചെയ്യണം? അവരെ ആശ്വസിപ്പിക്കണം, ധൈര്യപ്പെടുത്തണം. അതിനായിരുന്നു അന്നത്തെ പ്രവാചകൻ. മനസ്സിലായോ? അല്ലാതെ തലേക്ക് വെച്ച് ബന്ധനമിട്ട് കെട്ടിട്ട് പോരിട്ട് പോരാട്ടമിട്ട് തകർക്കുന്ന വെല്ലുവിളിക്കുന്ന ചില പോരുകൾ നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ എൻ്റെ മകനെ ഇന്ന് രാത്രി ശത്രുവിന്റെ തകല, ഇതൊന്നും പ്രവചനം. ഇതൊക്കെ ഇവിടുത്തെ കുഞ്ഞമ്മമാര് കുറെ കള്ളപ്രവാചകന്മാര് തലേ തൂണിയിട്ടുകൊണ്ട് കാണിക്കുന്ന പൊട്ടത്തരമാണ്. നിങ്ങൾ ഇനി എൻ്റെ പേര് എന്നെ ശപിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം അതൊന്നും ഏക്കൂല. ഞാനിത് കണ്ട് മടുത്തവനാ. ഇത് സഭയ്ക്ക് വന്ന ക്യാൻസറാണ്. ഈ പറയുന്ന പ്രവാചകന്മാരോട് ഞാൻ ചോദിക്കുക, എല്ലാവരോടും അല്ല, ഈ പേരൊക്കെ വിളിച്ച് അഡ്രസ്സും ഫോൺ നമ്പറും കല്യാണ തീയതിയൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ നിനക്ക് വേദോസത്തിൽ ഒരു വാക്യം തരാം, നീ ഒന്ന് പ്രസംഗിക്കടാ അരമണിക്കൂർ, ധൈര്യം ഉണ്ടെങ്കിൽ. ഈ യൂട്യൂബിനകത്ത് ഈ സാമാക്ക് എന്ന് പറഞ്ഞ ഈ മനുഷ്യനോട് ഞാൻ ചോദിക്കുക, I'll give you a word from the Bible. Can you preach 1 hour? ആ വചനം വെച്ച് നിനക്ക് കൃത്യമായ വചനത്തിന് വ്യാഖ്യാനം പ്രസംഗിക്കാൻ പറ്റും? പറ്റത്തില്ല. നിനക്ക് ലിബിയയും അതും തമ്മിൽ അടി ഉണ്ടാക്കുന്ന കാര്യം പറയാൻ പറ്റത്തുള്ളൂ. കൊടുങ്കാറ്റ് വരുന്നത് കാണുന്നു, ഉണർവ് വരുന്നത് കാണുന്നു, അത് നിൽക്കുന്നത് കാണുന്നു, ഇത് നിൽക്കുന്നത് കാണുന്ന പറയാൻ പറ്റത്തില്ല. ബിക്കോസ് യു ആർ, കാരണം വേദോസം പ്രസംഗിക്കണ്ടെന്നേ. എനിക്ക് ഇഷ്ടം പോലെ പറയും, ബൈബിൾ ഒരു പ്രാവശ്യം പോലും ബൈബിൾ വായിക്കാതെ ലോകം മുഴുവൻ ഇന്റർനാഷണലി കറങ്ങുന്ന പ്രവാചകന്മാരുണ്ട്. അതെന്തൊരു പ്രവാചകനായിരിക്കും? അവരെ വിളിച്ചുകൊണ്ട് വന്ന ജനം എന്തിനായിരിക്കും? ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഓൾഡ് കവനന്റ് പ്രോഫസി എന്ന് പറയുന്നത് പ്രഡിക്ഷൻസ് ആണ്. കാരണം അന്ന് അവർക്ക് ഭാവി സംഭവിക്കാനുള്ള കാര്യങ്ങൾ, യുദ്ധങ്ങളെ കുറിച്ചുള്ളത്, ഭീഷണിയെ കുറിച്ചുള്ളത്, ദൈവം രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന, ഇതെല്ലാം ഓൾഡ് ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത്. ദർ ഇസ് നോ നേഷൻസ്. ഇതെല്ലാം ഞങ്ങൾ പുറകെ പഠിപ്പിക്കുന്നുണ്ട്. വേറെ എല്ലാം മുഴുവൻ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സിസ്റ്റം പൊളിക്കും. കാരണം ഇത് പൊളിഞ്ഞേ പറ്റൂ. ഇത് ട്രൂത്ത് അല്ല. ചർച്ച് ഈസ് ദ പില്ലർ ഓഫ് ട്രൂത്ത്. നൗ ടുഡേസ് ചർച്ച് ഇസ് നോട്ട് ദ പില്ലർ ഓഫ് ട്രൂത്ത്. ഇന്ന് കാണുന്ന സഭ സത്യത്തിന്റെ തൂണല്ല, വെറും എന്തോ പറയേണ്ടത്, തൂണല്ല, അത് നിലത്ത് കിടന്ന് തകർന്നു കിടക്കുന്ന അനുഭവം. There is no truth in the church. It has to be broken. True prophets should come up. യഥാർത്ഥ പ്രവാചകന്മാർ ദൈവസഭയിൽ വരണം, ദൈവത്തിന്റെ വായുള്ളവർ. അല്ലാതെ ഇമാതിരിയുള്ള കള്ളപ്രവചനം നടത്തി ജനത്തെ കബളിപ്പിച്ച് യൂട്യൂബിൽ കാശുണ്ടാക്കി ജീവിക്കുന്ന മനുഷ്യനെ മെനക്കെടുത്തുന്നവന്മാരല്ല. ഇവർക്ക് ഞങ്ങൾ എതിരായിരിക്കും. ഞങ്ങൾ ട്രൂത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ എതിരാണ്.
100% ശരിയാണ്. കാരണം യേശുവും അപ്പോസ്തലന്മാരും ആദിമസഭയും ഇങ്ങനെയുള്ളവർക്കെതിരെ കർശനമായി സംസാരിച്ചു. ഇനി എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്നെ എന്നാ പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ, ബിക്കോസ് ഐ നോ ഹു ഐ ആം. വ്യക്തിവൈരാഗ്യമല്ല, ക്രിസ്തുവിന്റെ സഭയെ സംബന്ധിച്ചൊരു എരിവല്ല അവർക്കുണ്ടാവണം. അയ്യോ പൊന്നെ സ്തോത്രം, ഇതിനൊന്നും എന്നെ കിട്ടൂല. ഐ എം എ മാൻ ഓഫ് ഗോഡ്, കോൾഡ് ബൈ ഗോഡ്. ഐ ഹാവ് ദ കോളിംഗ് ഓഫ് ഗോഡ് ഇൻ മീ. എനിക്ക് നല്ല ബോധ്യമുണ്ട്, അത് ആ ബോധ്യത്തിലാ സംസാരിക്കും. അപ്പം ഓൾഡ് കവനന്റ് പ്രോഫറ്റ് മാത്രം ഒന്നുകൂടെ പറയാം. കോമൺലി എവറി പീപ്പിൾ ആർ ദ കിങ്സ് ആൻഡ് പ്രീസ്റ്റ്, നോട്ട് പ്രോഫറ്റ്സ്. പ്രോഫറ്റ്സ് എന്ന് പറഞ്ഞത് ആ ഒരു അത്യാവശ്യ സമയത്ത് മാത്രം ദൈവം കൊണ്ടുവന്ന ടെമ്പററി മിനിസ്ട്രിയാണ്. ദ പ്രൊഫറ്റിക് മിനിസ്ട്രി ഈസ് ടെമ്പററി മിനിസ്ട്രി ഇൻ ദ ഓൾഡ് കവനന്റ്, നോട്ട് ഹിസ് മാസ്റ്റർ പ്ലാൻ. May the Lord richly bless you. I'll teach you what is the reality and significance of the prophetic ministry in the new covenant from AD 32, AD 70, and then after AD 70 I'll teach you. May the Lord richly bless you all. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Thank you.